Good morning, my dears. Today our topic, what is the difference between closing and endorsement. The last topic ആണ് negotiable instrument എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദെൻ വാട്ട് ഈസ് മീൻഡ് ബൈ ക്രോസിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളതും പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സേഫ്റ്റി ഓർ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ 2 ലൈൻ പാരലായിട്ട് മാർക്ക് ചെയ്യുന്നതിനെയാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യൽ ക്രോസിംഗ്, ജനറൽ ക്രോസിംഗ്, അതിനൊക്കെ ഒരുപാട് മീനിങ് ഉണ്ട്. അത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ചെക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ആ പണം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ക്രോസ്ഡ് ചെക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നുള്ളത് മുൻപ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ദെൻ അവിടെ ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുമ്പോൾ തന്നെ ക്രോസ്ഡ് ചെക്ക് ഇസ് എ ചെക്ക് ഓൺ വിച്ച് ദ ഡ്രോയർ ഓഫ് ദ ചെക്ക് ഡ്രോസ് 2 പാരലൽ ലൈൻസ് അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക്. Such checks are not payable directly over the bank counter. By this amount is credited to the account of a payee. എന്താണ് ക്രോസ്ഡ് ചെക്കിൻ്റെ പ്രത്യേകത? എന്താണ്? ഈ ക്രോസ്ഡ് ചെക്കുകളൊന്നും തന്നെ കൗണ്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അത് അക്കൗണ്ട് പേയിയുടെ, അതായത് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്, ദെൻ ആ അക്കൗണ്ട് പേയി അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ ചെക്ക് ലീഫ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ചെക്കുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അവിടെ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ക്രോസ്ഡ് ചെക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിഫെൻറ്റീവ് മെക്കാനിസം അഗെയിൻസ്റ്റ് എ റിസ്ക് വിത്ത് ഓപ്പൺ ചെക്ക്. അതായത് ബിയറർ ചെക്കുകൾക്കോ ഓപ്പൺ ചെക്കുകൾക്കോ വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ബാങ്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡിഫെൻറ്റീവ് മെക്കാനിസമാണ് ഇത് ക്രോസിംഗ് എന്ന് പറയുന്നത്. അതിൽ ജനറൽ ക്രോസിംഗ് ഉണ്ട്. ജനറൽ ക്രോസിംഗ് കമ്പാരിറ്റീവ്ലി ഇതിലൂടെ സിമ്പിളാണ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന ബാങ്കിലൂടെ ഇന്ന അക്കൗണ്ട് ഹോൾഡറിലേക്ക് പോയിരിക്കണം എന്നൊക്കെ പറയുന്നതാണ് സ്പെഷ്യൽ ക്രോസിങ്ങിൽ പറയുന്നത്. ജനറൽ ക്രോസിങ്ങിൽ നമ്മൾ സാധാരണ ദെൻ ഇന്നയാളുടെ പേര് അക്കൗണ്ട് പേയി ഓൺലി എന്നൊക്കെ പറയുന്ന ടേം മാത്രമോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ക്രോസ് ചെയ്ത് 2 പാരലൽ ലൈൻ മാത്രം ഇട്ട് കഴിഞ്ഞാലും അത് ഏതിന് എക്സാമ്പിളാണ്? ക്രോസിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ക്രോസിങ് നിങ്ങൾക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് വാട്ട് ഈസ് മെന്റ് ബൈ എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്. അതാണ് വാട്ട് ഈസ് മെന്റ് ബൈ എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ്. എൻഡോഴ്സ്മെൻറ്റ് ഈസ് അസൈനിങ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് transferring it to others by the drawer or the holder of the instrument. കണ്ടോ, അവിടെ എൻഡോഴ്സ്മെൻറ്റ് ഈസ് സൈനിങ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ അതേഴ്സ് ബൈ ദ ഡ്രോയർ ഓഫ് ദ ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കോ ബില്ലോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെയോ ബാക്ക് സൈഡിൽ സൈൻ ചെയ്തുകൊണ്ട് അത് എൻഡോഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, അതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേമാണ് നമ്മൾ ഉപയോഗിച്ചത്. വാട്ട് ഈസ് മെന്റ് ബൈ ക്രോസിംഗ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് വാട്ട് ആർ ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസിംഗ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്രോസിംഗ്. ക്രോസിംഗ് ക്യാൻ ബി ഡൺ ഓൺ ചെക്ക് ഓൺലി. ക്രോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെക്കുകളുടെ മുകളിൽ മാത്രം ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇത് ക്രോസിംഗ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ഇങ്ങനെയുള്ള എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലും അത് നമ്മൾ എന്ത് ചെയ്യുക, എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ചെക്ക്, പ്രോമിസറി നോട്ട് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതുമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോസിംഗ് ക്യാൻ ബി ഡൺ ഓൺ ചെക്ക് ഓൺലി. ക്രോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെക്കിൻ്റെ മുകളിൽ മാത്രം ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് that is a crossing. Crossing is done on the face of the instrument, usually on the top left corner.
അതായത് ക്രോസിംഗ് ഈസ് ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂഷ്വലി ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് സൈഡ് കോർണർ. അതായത് ചെക്കിൻ്റെ ഫേസിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്ന രണ്ട് പാരലൽ ലൈനെയാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡൺ ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ചെക്ക് ലീഫിലാണെങ്കിലും ഇൻസ്ട്രുമെൻ്റാണ്, ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആയാലും അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റിയാണ്. ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ട് പോലെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്ഡ് ടു ബി എൻഡോഴ്സ് ടു സി എന്ന് പറയുമ്പോൾ സൈൻ ചെയ്ത് അതിൻ്റെ ഫുൾ ടൈറ്റിൽ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോസിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഇറ്റ് ഈസ് എ ഡിഫെൻറ്റീവ് മെക്കാനിസം ടേക്കൺ ബൈ ദ ബാങ്ക് അഗെയിൻസ്റ്റ് ദ ഓപ്പൺ ആൻഡ് ബിയറഡ് ചെക്ക്. ഓപ്പൺ ഓർ ബിയറഡ് ചെക്ക്, ഓപ്പൺ ചെക്കുകൾക്കോ ബിയറഡ് ചെക്കുകൾക്കോ ബാങ്ക് എടുക്കുന്ന ഒരു പ്രിക്കോഷനാണ്, ഒരു ഡിഫെൻറ്റീവ് മെക്കാനിസമാണ് ഇത് ഈ പറയുന്ന ക്രോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ രണ്ട് പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. ക്രോസിംഗ് ക്യാൻ ബി ഡൺ ഓൺ ചെക്ക്. ക്രോസിംഗ് എന്ന് പറയുന്ന ടേം എവിടെ മാത്രമാണ് ഉപയോഗിക്കുള്ളൂ? ചെക്കുകളുടെ മുകളിൽ മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ചെക്ക്, പ്രോമിസറി നോട്ട് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. Then next one is crossing is done on the face of the instrument, usually on the top left corner. അടുത്തത് ക്രോസിംഗ് ഈസ് ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ക്രോസിംഗ് എവിടെയാണ് കാണിക്കുക? ക്രോസിംഗ് ഈസ് ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ക്രോസിംഗ് എപ്പോഴും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഫേസിൽ ടോപ്പിലായിട്ടായിരിക്കും നമ്മളത് കാണിക്കുക. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡൺ ഓൺ ദ ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ക്രോസിംഗ് ഈസ് യൂഷ്വലി ഡൺ യൂസിങ് ടു പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻ. ക്രോസിംഗ് എന്ന് പറയുന്നത് ക്രോസിംഗ് ഈസ് യൂഷ്വലി ഡൺ യൂസിങ് ടു പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻ. രണ്ട് ട്രാൻസ്ഫേഴ്സ് ലൈൻ മാർക്ക് ചെയ്തുകൊണ്ടാണ് ക്രോസിംഗ് സൂചിപ്പിക്കുക. നോ ലൈൻസ് ആർ റിക്വയർഡ് ഫോർ എൻഡോഴ്സ്മെൻറ്റ്. അത്തരത്തിലുള്ള ലൈനുകളുടെ ആവശ്യം ഏതിനില്ല? എൻഡോഴ്സ്മെൻറ്റിന് ആവശ്യമില്ല. Crossing is a direction to the banker to pay the money only through an account of the payee. Endorsement is done to transfer all right of the instrument to another person. അവിടെ പറയുന്നത് ക്രോസിംഗ് ഈസ് ഡയറക്ഷൻ ടു ദ ബാങ്കർ ടു പേ ദ മണി ഓൺലി ത്രൂ ആൻ അക്കൗണ്ട് ഓഫ് ദ പേയേ. അതായത് ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലെ ഗീവ് എ ഡയറക്ഷൻ ടു ദ ബാങ്കർ, ബാങ്കർക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ഷനാണ് ഇത് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദ ബാങ്കർ ടു പേ ദ മണി ഓൺലി ത്രൂ ആൻ അക്കൗണ്ട് പേയേ. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡൺ ടു ട്രാൻസ്ഫർ ഓൾ റൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ടു അനദർ പേഴ്സൺ. Then endorsement is done to transfer of all right to the instrument of the another person. എന്നാൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫുൾ ടൈറ്റിലും മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡൺ ടു ട്രാൻസ്ഫർ. What is meant by endorsement? Endorsement is done to transfer all right of the instrument to the another person. Then crossing cannot be done on the separate paper attached to the check. ചെക്കിൻ്റെ കൂടെ മറ്റൊരു പേപ്പർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺ എ സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. അവിടെ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പേപ്പർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസിംഗ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസിംഗ് ക്യാൻ ബി ഡൺ ഓൺ ചെക്ക് ഓൺലി. ക്രോസിംഗ് എല്ലായ്പ്പോഴും ചെക്കിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ ചെയ്യുക. എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചെക്കോ പ്രോമിസറി നോട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോസിംഗ് ഈസ് ഡൺ ഓൺ ദി ഫേസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് യൂഷ്വലി ഓൺ ദ ടോപ്പ് ഓഫ് ദ ലെഫ്റ്റ് കോർണർ. സാധാരണ രീതിയിൽ ക്രോസിംഗ് നമുക്ക് എവിടെ ചെയ്യാം? ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസിലാണ് ക്രോസിംഗ് ചെയ്യുക. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡൺ ഓൺ ദി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ക്രോസിംഗ് ഈസ് യൂഷ്വലി ടു പാരലൽ ലൈൻ. അപ്പോൾ ക്രോസിംഗ് എന്ന് പറയുന്നത് ചെക്കുമ്മലാണ് ക്രോസിംഗ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഫേസ് ഷീറ്റിൽ മുകളിലായിട്ട് ലെഫ്റ്റ് പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈനാണ് നമ്മളത് മാർക്ക് ചെയ്യുക. ദെൻ ടു പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻ ആയിരിക്കും. ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ദ ബാങ്കർ ടു പേ മണി ഓൺലി. അതായത് ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കറോട് ഈ അക്കൗണ്ട് പേയ്ക്ക് പൈസ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ ഡയറക്ഷനാണ് ഇത് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രോസിംഗ് കനോട്ട് ഡൺ ഓൺ എ സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച് ടു ദ ചെക്ക്. അതായത് ചെക്കിൻ്റെ മുകളിൽ വേറെ പേപ്പർ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ എൻഡോഴ്സ്മെൻറ്റിൽ എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിലും നമുക്ക് എൻഡോഴ്സ്മെൻറ്റ്
സാധ്യമാണ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ അവിടെ രണ്ട് പാരലൽ ലൈനിൻ്റെ ആവശ്യമൊന്നും എൻഡോഴ്സ്മെൻറ്റിനില്ല. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡൺ ടു ട്രാൻസ്ഫർ ഓൾ റൈറ്റ്. അവിടെ ശരിക്കും ദെൻ ക്രോസിംഗ് എന്ന് പറയുന്നത് ബാങ്കർക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ ആണെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫുൾ ടൈറ്റിൽ എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺ എ സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച്ഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഇപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് അവർ ടോപ്പിക് ദെൻ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ അതെങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എ പേയിങ് ബാങ്കർ ഗെറ്റ് പ്രൊട്ടക്ഷൻ അണ്ടർ സെക്ഷൻ 85 ഓൺലി വെൻ ദ എൻഡോഴ്സ്മെൻറ്റ് ഈസ് റെഗുലർ. In the case of order check, section 85(1) provides statutory protection to the paying banker if the following two conditions are satisfied. അതായത് ഒരു പേയിങ് ബാങ്കറെ സംബന്ധിച്ചിടത്തോളം ഈ എൻഡോഴ്സ്മെൻറ്റ് നടത്തി വരുന്ന ചെക്കുകളോ ബില്ലുകളോ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേയിങ് ബാങ്കർക്കുള്ള സുരക്ഷ എന്ന് പറയുന്നത് ടു കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻഡോഴ്സ്മെൻറ്റ് മസ്റ്റ് ബി റെഗുലർ. ഒരു റെഗുലർ എൻഡോഴ്സ്മെൻ്റ് ആയിരിക്കണം. അതേസമയം പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. പേയ്മെൻറ്റ് അതായത് യഥാസമയം തന്നെ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം എന്നുള്ളതാണ്. സെക്ഷൻ 85 സബ്സെക്ഷൻ 2 പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ഇൻ റെസ്പെക്ട് ഓഫ് ബിയറർ ചെക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ബിയേഴ്സ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ or blank or whether any endorsement restrict further negotiation or not. Hence, the banks are not required to verify regularity of the endorsement on bearer check even if the instrument bears endorsement in full. അതായത് സാധാരണ രീതിയിൽ സെക്ഷൻ 85 സബ്സെക്ഷൻ 2 പ്രകാരം പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ഇൻ റെസ്പെക്ട് ഓഫ് ബിയറർ ചെക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ 85 സബ്സെക്ഷൻ 2 ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്ന ഒരു ശരിക്കും പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ഇൻ റെസ്പെക്ട് ഓഫ് ബിയറർ ചെക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ബിയേഴ്സ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇതല്ലാതെ ആ ബിയറർ ചെക്കുകൾ ഫുള്ളായിട്ട് എൻഡോഴ്സ് ചെയ്യാം, ബ്ലാങ്ക് ആയിട്ട് എൻഡോഴ്സ് ചെയ്യാം, ഓർ വെദർ എനി എൻഡോഴ്സ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ഫർദർ നെഗോഷിയേഷൻ വീണ്ടും അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഹെൻസ് ദ ബാങ്ക്സ് ആർ നോട്ട് റിക്വയർഡ് ടു വെരിഫൈ റെഗുലാരിറ്റി ഓഫ് ദ എൻഡോഴ്സ്മെൻറ്റ്. അപ്പോഴൊന്നും ഒരു ബ്ലാങ്ക് ചെക്കിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ബിയറർ ചെക്കിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. ദെൻ ബിയറർ ചെക്ക് ആൻഡ് ഈഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ബിയേഴ്സ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ. അത് ഫുൾ എൻഡോഴ്സ്മെൻറ്റ് ആണെങ്കിൽ കൂടെ സെക്ഷൻ 85 സബ്സെക്ഷൻ 2 പ്രകാരം ബിയറർ ചെക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും പേയിങ് ബാങ്കർക്ക് ആണ് സുരക്ഷ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ബിയറർ ചെക്കുകൾ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്, അത് ആരിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊരു ബോധറേഷനും വേണ്ട. അത് ആര് ബാങ്കിൽ കൊണ്ടുവന്നാലും കൗണ്ടറിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ 85 സബ്സെക്ഷൻ 2 ദ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബിയറർ ചെക്ക്. അതായത് റെസ്പെക്റ്റ് ഓഫ് ബിയറർ ചെക്കുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ബാങ്കർക്ക് പേയിങ് ബാങ്കർക്ക് സെക്ഷൻ 85 സബ്സെക്ഷൻ 2 പ്രകാരം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി വെരിഫൈഡ് ബൈ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. ഈ എൻഡോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ് റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി വെരിഫൈഡ് ബൈ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ റെഗുലാരിറ്റി ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, കോംപ്ലിമെൻ്ററി ഓർ കോർട്ടസി ടൈറ്റിൽ. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ ബെറ്റർ എൻഡോഴ്സ്മെൻറ്റ്. അതായത് ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് വാലിഡ് എൻഡോഴ്സ്മെൻറ്റ്. ഒരു വാലിഡ് എൻഡോഴ്സ്മെൻറ്റിന് ഉണ്ടായിരിക്കേണ്ട റിക്വസിറ്റ്സ് എന്തൊക്കെയാണ്? റിക്വസിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വാലിഡ് എൻഡോഴ്സ്മെൻ്റ് ആയിട്ട് മാറുള്ളൂ എന്ന് പറയുന്ന പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി വെരിഫൈഡ് ബൈ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻ്ററി കോർട്ടസി ടൈറ്റിൽസ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു എൻഡോഴ്സറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേരും സൈനും സാധാരണ എഴുതുന്ന പോലെ എഴുതുക എന്നല്ലാതെ അതിൽ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡുകൾ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ദെൻ മിസ്റ്റർ, മിസ്സിസ്, ശ്രീമതി, ശ്രീമാൻ എന്നൊക്കെ പറയുന്ന വേർഡ്സുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓർഡിനറി സിഗ്നേച്ചർ ഓഫ് പേയി ഓർ ദി എൻഡോഴ്സി. ഇറ്റ് മീൻസ് ദാറ്റ് ദ സിഗ്നേച്ചർ നീഡ് നോട്ട് കണ്ടെയ്ൻ എനി കോംപ്ലിമെൻ്ററി ഓർ കോട്ടസി ടൈറ്റിൽസ്. ഹെൻസ് പ്രിഫിക്സസ് ലൈക്ക് മിസ്റ്റർ, മിസ്സിസ്, മിസ്, ശ്രീമതി എക്സെട്ര ഷുഡ് നോട്ട് പ്രൊസീഡ് ദ ഫോളോയിങ് സിഗ്നേച്ചർ. അതിനെ തുടർന്ന് തന്നെ ഏതെന്ന് പറയുന്ന വേർഡുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. മിസ്റ്റർ, മിസ്സിസ് എന്നൊക്കെ പറയുന്ന വേർഡുകൾ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും എവിടെ ഇല്ല. ദെൻ ഈ പറയുന്ന രീതിയിലില്ല. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് കറക്റ്റ് സ്പെല്ലിംഗ്. പേരുകൾ എൻഡോഴ്സറുടെ ആണെങ്കിലും എൻഡോഴ്സിയുടെ ആണെങ്കിലും കറക്റ്റ് സ്പെല്ലാണ് കൊടുക്കേണ്ടത്. ഇഫ് ദ നെയിം ഓഫ് ദ പേ ഈസ് റിട്ടൺ വിത്ത് റോങ് സ്പെല്ലിംഗ് ഇറ്റ് മസ്റ്റ് ബി കറസ്പോണ്ട് വിത്ത് ദ സ്പെല്ലിംഗ് ഓഫ് ദ എൻഡോഴ്സ്മെൻറ്റ്. If it is payable to Shruti or order and though correct spelling is Shruti, it should not be used in endorsement. If not, payee can add correct name in brackets. The next one is woman. In case of unmarried woman, the endorsement will consist of her first name and surname. In case of married woman, he should endorse it by her name plus the name of her husband. അടുത്തത് ഇലിറ്ററേറ്റ് പേഴ്സൺസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ചെക്സ് പേയബിൾ ടു ഇലിറ്ററേറ്റ് പേഴ്സൺ ഷുഡ് ബി എൻഡോഴ്സ്ഡ് വിത്ത് ദെയർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ്. ഹി ഷുഡ് ബി നോൺ ടു ബോത്ത് ദ പാർട്ടീസ്. വിറ്റ്നസ് ഷുഡ് ഗീവ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് അഡ്രസ്. അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ പേരെഴുതി സൈൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് അവിടെ കൊടുക്കേണ്ടത്. ആ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നതോടുകൂടി വിറ്റ്നസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ ലെഫ്റ്റ് തമ്പ്. നെക്സ്റ്റ് വൺ ഈസ് കമ്പനീസിലെ റൈറ്റിംഗ് ദ നെയിം ഓഫ് ദ കമ്പനി വിത്ത് റബ്ബർ സ്റ്റാമ്പ് ബൈ എ പേഴ്സൺ ആക്ടിങ് അണ്ടർ ഇറ്റ്സ് അതോറിറ്റി മേക്സ് എ വാലിഡ് എൻഡോഴ്സ്മെൻറ്റ്. അതായത് ചില കമ്പനികളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വാലിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആവണമെങ്കിൽ അതിന് ഓതറൈസ്ഡ് പേഴ്സൺ തന്നെ അത് സൈൻ ചെയ്തിരിക്കണം. യൂഷ്വലി ബാങ്ക്സ് ഇൻസിസ്റ്റ് കൺഫർമേഷൻ ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ബൈ എൻ ഓതറൈസ്ഡ് പേഴ്സൺ ഹു ഹാസ് കപ്പാസിറ്റി ടു സൈൻ ദ ഇൻസ്ട്രുമെൻറ്റ്. Then public authorities, next point. In the case of public authorities, quasi-government bodies, municipalities, panchayat and other local bodies etc. Endorsement should be made on behalf of the body by competent authority and he should sign the endorsement specifying his designation. അതായത് ഇപ്പം ഇനി പബ്ലിക് അതോറിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവിടെ ആരായിരിക്കും അതിൽ സൈൻ ചെയ്യുക എന്ന് പറയുന്ന കൺഫ്യൂഷൻസിന് അത് ചിലപ്പോൾ ക്വാസി ഗവൺമെൻറ് ബോഡീസ് ആയിരിക്കാം, മുനിസിപ്പാലിറ്റീസ് ആയിരിക്കാം, പഞ്ചായത്ത് ആയിരിക്കാം, ലോക്കൽ ബോഡീസ് ആയിരിക്കാം. ദെൻ അവിടെയൊക്കെ എൻഡോഴ്സ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ബോഡി ബൈ കോമ്പിറ്റൻ്റ് അതോറിറ്റി. അതായത് അവരുടെ അത്തരം ഓർഗനൈസേഷൻസിൻ്റെ അല്ല അത്തരം സ്ഥാപനങ്ങളുടെ എല്ലാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് സൈൻ ചെയ്യാനായിട്ട് അതിനൊരു കോമ്പിറ്റൻ്റ് അതോറിറ്റി ഉണ്ടായിരിക്കണം. ഹി ഷുഡ് സൈൻ ദ എൻഡോഴ്സ്മെൻറ്റ് സ്പെസിഫൈയിങ് ഹിസ് ഡെസിഗ്നേഷൻ. അവിടെ ദെൻ ആ സ്ഥാപനത്തിൻ്റെ എന്താ പറയുക ഡയറക്ടറോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ദെൻ അവർ സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെസിഗ്നേഷനോടുകൂടി അവരുടെ ഏത് പോസ്റ്റാണ് അവരുടെ അതിനുള്ള പവർ എന്താണ് എന്നുള്ളത് ആ ഡെസിഗ്നേഷനോടുകൂടി സൈൻ ചെയ്യാവുന്നതാണ്. Then next one is joint payee. When a check is payable to more than one payee, it must be endorsed by each of them individually. Both payees should endorse separately and sign. It is endorsed by one payee. Banker may return the check for confirmation. അവിടെ പറയുന്നത് എന്താ? ജോയിൻറ്റ് പേയി ഒക്കെ ആണെങ്കിൽ when a check is payable to more than one payee, it must be endorsed by each of them individually. Then both payees should endorse separately and sign. If it is endorsed by one payee, banker may return the check for confirmation. രണ്ട് പേരും ഇനി ജോയിൻ്റ് ആയിട്ടാണെങ്കിൽ രണ്ട് പേരും ഒരേപോലെ സൈൻ ചെയ്തിരിക്കണം. ബോത്ത് പേയീസ് ഷുഡ് എൻഡോഴ്സ് സെപ്പറേറ്റ്ലി ആൻഡ് സൈൻ. ഇഫ് ഇറ്റ് ഈസ് എൻഡോഴ്സ്ഡ് ബൈ വൺ പേയി, ഇനി ഒരാൾ തനിയാണെങ്കിൽ ബാങ്കർ മേ റിട്ടേൺ ചെക്ക് ഫോർ കൺഫർമേഷൻ. അത് ഒരാൾ തനിയാണ് സൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ബാങ്ക് അതെന്ത് ചെയ്യും? കൺഫർമേഷന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഒരു ജോയിൻറ്റ് പേയി ആണെങ്കിൽ ജോയിൻറ്റ് പേയിക്ക് അത് എൻഡോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കണം. വെച്ചാൽ ജോയിൻറ്റ് പേയ്സ് ആണ് രണ്ട് പേരുണ്ടായിരിക്കും. ആ രണ്ട് പേരും അതിൽ സൈൻ ചെയ്തുകൊണ്ടാണോ എൻഡോഴ്സ് ചെയ്തിരിക്കണേ എന്ന് കൺഫേം ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഒരാളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ എടുത്തുകൊണ്ട് മാത്രമേ ബാങ്കർ അത് ക്ലിയർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ, ക്ലബ് അസോസിയേഷൻസ് എക്സെട്ര. A check payable
to a club or association should contain in full name and also the name of the office bearers with the designation. It indicates he is endorsing on behalf of the payee. Sometimes payee may be member of club and payment is for the club. Under such conditions, it is enough to endorse with the name of the person. അവിടെ ചെക്ക് പേബിൾ ടു ക്ലബ് ഓർ അസോസിയേഷൻ ഷുഡ് കണ്ടെയ്ൻ ഇറ്റ്സ് ഫുൾ നെയിം ആൻഡ് ഓൾസോ ദ നെയിം ഓഫ് ദ ഓഫീസ് ബിയറർ വിത്ത് ഡെസിഗ്നേഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ് ഹീ ഈസ് എൻഡോഴ്സിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ പേയee. Sometimes payee may be member of the club and payment is for the club. Under such a condition, it is enough to endorse with the name of the person. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, അതിലെ ഓതറൈസ്ഡ് പേഴ്സൺസിനോ അല്ലെങ്കിൽ അതിലെ മെമ്പർക്കോ ചിലപ്പോൾ എന്ത് ചെയ്യാം, എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം. Then trustee, if it is trustee or trustees must sign, signature must indicate the designation and what capacity the signature are made. അതായത് ട്രസ്റ്റിയിലെ എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. മാത്രമല്ല ഓരോ ട്രസ്റ്റ് മെമ്പേഴ്സിനും കൊടുത്തിരിക്കുന്ന ഡെസിഗ്നേഷൻ എന്താണോ, അവരുടെ പവർ എന്താണോ വെച്ചാൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സൈൻ ചെയ്യേണ്ടത്. ഡിസീസ്ഡ് പേഴ്സൺ, then a check in the name of a deceased person must be endorsed by his legal representative. മരണപ്പെട്ടിട്ടുള്ള ഒരാളുടെ ചെക്കുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനാണ് നമ്മളത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അതിൽ റിക്വസിറ്റ്സ് ആണ്, റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ്, കോംപ്ലിമെൻ്ററി ഓർ കോർട്ടസി ടൈറ്റിൽസ്, കറക്റ്റ് സ്പെല്ലിംഗ്, വുമൺ, ഇലിറ്ററേറ്റ് പേഴ്സൺസ്, ഫേംസ്, കമ്പനീസ്, പബ്ലിക് അതോറിറ്റീസ്, ജോയിൻറ്റ് പേയി, ക്ലബ്സ്, അസോസിയേഷൻസ് എക്സെട്ര, ആൻഡ് ട്രസ്റ്റീസ് ആൻഡ് ഡിസീസ്ഡ് പേഴ്സൺ. ദെൻ ലയബിലിറ്റി ഓഫ് എ എൻഡോഴ്സർ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലയബിലിറ്റി ഓഫ് എ എൻഡോഴ്സർ. ഒരു എൻഡോഴ്സറുടെ ലയബിലിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ്. In the absence of a contract to the contrary, an endorser who endorses and delivers a negotiable instrument before maturity without in such an endorsement expressly excluding or making conditional his own liability is bound thereto every subsequent holder. In case of dishonor by the drawee, acceptor or maker, the endorser is liable to compensate the subsequent holders for any loss or damage caused to them by such a dishonor provided due notice of dishonor has been given to such an endorser. Every endorser is liable as upon instrument payable on demand. തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ബില്ലുകളോ ചെക്കുകളോ ക്ലിയർ ചെയ്യാത്ത പക്ഷം, അതായത് ഏതെങ്കിലും രീതിയിൽ ഡിസോണർ ആവുക, ചെക്ക് ഡിസോണർ ആവുക, ബില്ല് ഡിസോണർ ആവുക, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഡിസോണർ ആവുന്ന പക്ഷം എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ആസ് അപ്പോൺ ദി ഇൻസ്ട്രുമെൻറ്റ് പേയബിൾ ഓൺ ഡിമാൻഡ്. തീർച്ചയായിട്ടും അവർ ലയബിളായിട്ട് മാറും. ഏതൊക്കെ സിറ്റുവേഷനാണ് ഒരു എൻഡോഴ്സർ ലയബിളായിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഡോഴ്സർ ഈസ് ലയബിൾ ടു ആക്സെപ്റ്റ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ഓൺ ദ ഡ്യൂ റെപ്രസെൻറ്റേഷൻ. എൻഡോഴ്സർ ഈസ് ലയബിൾ, അവിടെ എൻഡോഴ്സർ ലയബിളാണ്. എൻഡോഴ്സർ ഈസ് ലയബിൾ ടു ആക്സെപ്റ്റ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ഓൺ ഡ്യൂ പ്രസൻറ്റേഷൻ. Then second one is on dishonor of the bill, the endorser is liable to compensate the holder if proper notice is dishonor is given. പിന്നെ പറയുന്നത് that is on dishonor of the bill, ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ the endorser is liable to compensate the holder. അവിടെ എൻഡോഴ്സർ എന്ത് ചെയ്തിരിക്കണം, എൻഡോഴ്സർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഇഫ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ഗിവൺ. ദെൻ തേർഡ് പോയിന്റ് ഈസ്, അതായത് ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെ നോട്ടീസ് ചെയ്തിരിക്കണം, എൻഡോഴ്സറെ നോട്ടീസ് ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് ഡിസോണറായി എന്ന് പറയുന്നതിൻ്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ഡിസോണർ ഓഫ് ദ ബിൽ ദ എൻഡോഴ്സർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഇഫ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ഗിവൺ. Then third point is, the endorser cannot deny to holder in due course the genuineness of the drawer's signature. The endorser cannot deny to a holder in due course the genuineness of the drawer's signature. Then next point is, the endorser cannot deny the regularity and validity of endorsement and his title to the instrument to any subsequent endorsee. അവിടെ പറയുന്നത് the endorser cannot deny the regularity, അതായത് ഒരു കാരണവശാലും എൻഡോഴ്സർ ഏതിൽ ഡിനേ വരുത്താനായിട്ട് പാടില്ല. The endorser cannot deny the regularity and validity of endorsement and his title to the instrument to any subsequent endorsers.
The liability of endorser come to an end only on the payment of the instrument in due course. The liability of endorser come to an end only on the payment of the instrument in due course. അതായത് എപ്പോഴാണ് എൻഡോഴ്സറുടെ ലയബിലിറ്റി അവസാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ദ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സർ കംസ് ടു എൻ എൻഡ് ഓൺലി ദ പേയ്മെൻറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. യഥാസമയം പേയ്മെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ദെൻ അവിടെ എൻഡോഴ്സറുടെ ലയബിലിറ്റി അവിടെ വെച്ചിട്ട് ക്യാൻസൽ ആവുന്നത്. അപ്പോൾ ദ ലയബിലിറ്റി ഓഫ് എൻഡോഴ്സർ കം ടു എൻ എൻഡ് ഓൺലി ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ ഇതാണ് ലയബിലിറ്റി ഓഫ് എൻഡോഴ്സർ. ദെൻ ലാസ്റ്റ് ടോപ്പിക് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ഇ പേയ്മെൻറ്റ്. നമുക്കറിയാം ഇ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ്സ് ആർ ഡൺ ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് ഈസ് കോൾഡ് ആസ് ഇ പേയ്മെൻറ്റ്. An electronic payment system can be defined as system of making payments for goods and services electronically instead of using cash or check in person or by mail. അതായത് പേഴ്സൺ ടു പേഴ്സണോ മെയിൽ ടു മെയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെക്കോ കേഷോ അല്ലാതെ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇ പേയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ്. ആൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സിസ്റ്റം ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ്സ് for goods and services electronically instead of using cash or check in a person or by mail. That is, an electronic payment system is use of credit card. E-payment system have become increasingly popular due to the widespread use of the internet-based shopping and banking. നമ്മളിന്ന് ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് ആൻഡ് ബാങ്കിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാഷോ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ ചെയ്യുന്നതോ അതുമല്ലെങ്കിൽ ചെക്കുകളോ ഇതൊക്കെ നമുക്ക് ഒരു ഓൾഡർ കോൺസെപ്റ്റാണ്. അതല്ലാതെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ദെൻ ഇ പേയ്മെൻറ്റ് ഓർ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ an electronic payment system can be defined as a system of making payments for goods and services electronically instead of using cash or check in a person or by mail. There is then electronic payment system is the use of credit card. E-payment system have become increasingly popular due to the widespread use of the internet-based shopping and banking. The next one is, over the years, credit cards have become one of the most common forms of payment for e-commerce transaction, but can be expensive for the merchants to accept because of transaction fee. അവിടെ over the years കാലങ്ങളോളമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഹാവ് ബിക്കം വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ഫോം ഓഫ് പേയ്മെൻറ്റ് ഫോർ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. ഇ-കൊമേഴ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ്സ് ആണ്. ബട്ട് ക്യാൻ എക്സ്പെൻസീവ് ഫോർ ദി മെർച്ചൻറ്റ്സ് ആക്സെപ്റ്റ് ബിക്കോസ് ഓഫ് ട്രാൻസാക്ഷൻ ഫീ. Debit cards constitute an excellent alternative with similar security but usually much cheaper charges. Besides card-based payments, other forms of payments have been emerged. Then wallet like PayPal is playing major roles in the payment system. Then PayPal is a global e-commerce system storing payments and not money transfer to made through internet. It is popular in the USA. അപ്പോൾ തന്നെ അവിടെ എന്താ പറയുക, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ USA ഏറ്റവും കൂടുതലായിട്ടത് കാർഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇ പേയ്മെൻറ്റ്? ഫീച്ചേഴ്സ് ഓഫ് ഇ പേയ്മെൻറ്റിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഈസ് പേപ്പർലെസ് ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ഹോം ഓർ ഓഫീസ്. അവിടെ പറയുന്നത് എന്താ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഈസ് പേപ്പർലെസ്, അതൊരു പേപ്പർലെസ് ആണ്. ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ഹോം ഓർ ഓഫീസ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടോ ഓഫീസിലിരുന്നു കൊണ്ടോ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതാണിത് ഇ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഈസ് പേപ്പർലെസ് ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ഹോം ഓർ ഓഫീസ്, വൺ ഓഫ് ദി ഫീച്ചർ. Then second feature is it is fast, safe, secure and inexpensive. വളരെ പെട്ടെന്ന് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. So it is very fast. It is very safe and secure and inexpensive. കണ്ടോ, അത് ഇൻഎക്സ്പെൻസീവ് ആണ്. It is very convenient for the consumer. കൺസ്യൂമേഴ്സിനെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വൺ ഓഫ് ദി മെത്തേഡാണ് ഈ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഡു നോട്ട് ബൗൺസ് എസ് പേയ്മെൻറ്റ്സ് കനോട്ട് ബി മെയ്ഡ് വിത്തൗട്ട് പ്രോപ്പർ ബാലൻസ് ഇൻ ദി അക്കൗണ്ട്.
അതായത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഡു നോട്ട് ബൗൺസ് ആസ് പേയ്മെൻറ്റ് കനോട്ട് ബി മെയ്ഡ് വിത്തൗട്ട് പ്രോപ്പർ ബാലൻസ് ഇൻ ദി അക്കൗണ്ട്. ദെൻ അത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഡു നോട്ട് ബൗൺസ്, അത് ഡിസോണർ പോലെയുള്ള പ്രോസസ്സിങ് ഉണ്ടാവുന്നില്ല. ആസ് പേയ്മെൻറ്റ്സ് കനോട്ട് ബി മെയ്ഡ് വിത്തൗട്ട് പ്രോപ്പർ ബാലൻസ് ഇൻ ദി അക്കൗണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് ബിസിനസ് ആൻഡ് കസ്റ്റമർ റിട്ടൻഷൻ. It improves business and customer retention. In most cases, online payments are made at the time of making an order for goods and services. ഇപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെജോറിറ്റി ടെക്നിക്സ് എന്ന് പറയുന്നതും ഇ പേയ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പേയ്മെൻറ്റിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഈസ് പേപ്പർലെസ് ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ഹോം ഓർ ഓഫീസ്. ഇറ്റ് ഈസ് ഫാസ്റ്റ്, സേഫ്, സെക്യൂർ ആൻഡ് ഇൻഎക്സ്പെൻസീവ്. It is very convenient for the consumer. Electronic payments do not bounce as payment cannot be made with proper balance in the account. It improves the business and customer retention. In more cases, online payments are made at the time of making an order to goods and services. These are the features of e-payment. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടെ നമ്മുടെ ഏത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ കണ്ണോടിക്കാം. എന്താണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിലെ വാട്ട് ഈസ് മെൻ ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ then a negotiable instrument means a promissory note, bill of exchange, check payable either to order or to bearer, whether the words order or bearer appear in the instruments or not. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോമിസറി നോട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ ആയിരിക്കാം. അതെന്തിനാ? പേയബിൾ ടു ഇന്ന ആൾക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ ഇന്ന ആൾ പറയുന്ന ആൾക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ആളിലേക്ക് കൊടുക്കാനോ ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓർഡർ ആയിരിക്കാം ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വാട്ട് ഈസ് മെൻ ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിലിറ്റി, ടൈറ്റിൽ, റൈറ്റ് ടു സ്യൂ, ദെൻ അതുപോലെ തന്നെ കൺസിഡറേഷൻ, ഡേറ്റ്, ടൈം ഓഫ് ട്രാൻസ്ഫർ, ഓർഡർ ഓഫ് എൻഡോഴ്സ്മെൻറ്റ്, സ്റ്റാമ്പ്, ഹോൾഡർ പ്രിസ്യൂം ടു ബി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആൻഡ് പ്രൂഫ് ഓഫ് പ്രൊട്ടസ്റ്റ്. These are the one of the features of negotiable instruments. അത് ചോദിക്കാം. ഇനി ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ, സെക്കൻഡ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ബൈ സ്റ്റാറ്റ്യൂട്ട്, നെഗോഷ്യബിൾ ബൈ കസ്റ്റം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് നമ്മൾ ഇന്ത്യയിലെ 3 ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അതേതൊക്കെയാണ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ചെക്കുകളാണ് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ബൈ കസ്റ്റം ഓർ യൂസേജ്. ചിലത് അമേരിക്കയിലൊക്കെ ചില കസ്റ്റം അവർ ഉപയോഗിക്കുന്നുണ്ട്. കസ്റ്റം അനുസരിച്ചും പലപ്പോഴും അതെന്തായിട്ട് മാറുന്നുണ്ട്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ചിലത് അംഗീകരിക്കുന്നുണ്ട്. അതായത് ബാങ്ക് ഡ്രാഫ്റ്റുകളോ പേയിങ് ഓർഡേഴ്സൊക്കെ അങ്ങനെ ആവാം. Then അവിടെ one of the important question, what is meant by promissory note and what are the features? Promissory note is an instrument is writing എന്തായിരുന്നു in writing. Then promissory note is an instrument in writing containing an unconditional undertaking signed by the maker to pay certain sum of money only to or to the order of or a certain person or to the bearer of the instrument. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് വൺ ഓഫ് ദി റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. കണ്ടെയ്നിങ് ആൻഡ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. സ്വമേധയാ കണ്ടോ, പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതായത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് സ്വമേധയെ ഞാൻ ഇന്ന വ്യക്തിക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് വയ്ക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, കൈമാറ്റം ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഈ പ്രോമിസറി നോട്ട് എല്ലാം എപ്പോഴും ആരാ പ്രിപ്പയർ ചെയ്യുക? ഞാൻ പൈസ ഇന്ന ഡേറ്റിന് തന്നുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആരാണ്? ഡെപ്റ്റർ ആയിരിക്കും ആ പൈസ ക്രെഡിറ്റർക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പ്രോമിസറി നോട്ട് എല്ലായ്പ്പോഴും എഴുതുന്നത് ആരായിരിക്കും? ഡെപ്റ്റർ ആയിരിക്കും. അത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ആണ്, പ്രോമിസ് ടു പേ, ഡെഫിനിറ്റ് ആൻഡ് അൺകണ്ടീഷണൽ, സൈൻഡ് ബൈ ദ മേക്കർ, സെർട്ടൻ പാർട്ടീസ്, സെർട്ടൻ സം ഓഫ് മണി, pay money only, then bank note or currency note is not a promissory note, and formalities like number, date, place, etc. ചില എസെൻഷ്യൽ എലമെൻസും എസെൻഷ്യൽ ഫീച്ചേഴ്സൊക്കെ പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചോ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. കണ്ടോ, അവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ഓർഡറും പ്രോമിസ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ അണ്ടർടേക്കിങ്ങുമാണ്. അവിടെ ഇന്ന ഒരു വ്യക്തിയോട് ഇന്ന ദിവസം എനിക്കോ അല്ലെങ്കിൽ ഇന്ന ആൾക്കോ അല്ലെങ്കിൽ ഇയാൾ പറയുന്ന ആൾക്കോ ഈ പൈസ കൊടുത്തിരിക്കണം എന്ന് പറയുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ടാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ 3 പാർട്ടീസാണ്, ഇവിടെ 2 പാർട്ടീസാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കും, ഇവിടെ അൺകണ്ടീഷണൽ പ്രോമിസ് ആയിരിക്കും. ദെൻ സെക്കൻഡറി ആൻഡ് കണ്ടീഷണലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട് ആയിരിക്കും. Then acceptor and not the payee, then immediate relation with the payee, given to all persons to who pay to liable to pay. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇത് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കും തോറും ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ അവിടെയൊക്കെ റെസ്പോൺസിബിൾ ആണ്. നോ നോട്ടീസ് ഈസ് റിക്വയർഡ് ടു ദ മേക്കർക്ക് യാതൊരു നോട്ടീസും വരുന്നില്ല. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണോ എഴുതിയിരിക്കുന്നത് അയാൾക്ക് ആ ഒരു ഡിസോണർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മേക്കർക്ക് ഡിസോണർ ആവുന്നതിന് ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ അത്തരത്തിലൊന്നും ഇല്ല. നോട്ടിങ്, പിന്നെ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു പേബിൾ അതർവൈസ് ഓൺ ഡിമാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ദ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് ട്രൺകേറ്റഡ് ചെക്ക് ആൻഡ് ചെക്ക് ഇൻ ദ ഇലക്ട്രോണിക് ഫോം. കണ്ടോ, ചെക്ക് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഫോമിലാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബാങ്കറോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നൊരാൾക്ക് പൈസ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്നത്. ചെക്ക് റൈറ്റിംഗ് ആയിരിക്കണം, അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. ദെൻ സ്പെസിഫൈഡ് ബാങ്കറോട് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്നിരിക്കുന്ന ഒരു കമാൻഡ് ആയിരിക്കും കസ്റ്റമർ കൊടുക്കുക. ഇതിൽ മേക്കർ, ഇത് കസ്റ്റമറാണ് ഇത് എഴുതുക, കസ്റ്റമർ അതിൽ സൈൻ ചെയ്തിരിക്കണം. പേയ്മെൻറ്റ് ഓഫ് സെർട്ടൻ സം ഓഫ് മണി, ഇത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം. പേയ്മെൻറ്റ് മസ്റ്റ് ബി സെർട്ടൻ, അവിടെ ഇതിൽ കുറഞ്ഞ പൈസ അതിൽ കൂടിയ പൈസ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഒരു സെർട്ടൻ സം ഓഫ് മണി. എമൗണ്ട് പേബിൾ ഓൺ ഡിമാൻഡ്, എല്ലാം എപ്പോഴും ഡിമാൻഡ് അനുസരിച്ച് തന്നെ എന്ത് കൊടുത്തിരിക്കണം, ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കണം. ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ എന്ന് പറയുന്നതായിരിക്കും എന്ത് ചെക്ക് എഴുതുന്നത്. ഡ്രോയി എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും എപ്പോഴും അത് കൊടുക്കേണ്ടത്, അതാണ് ഡ്രോയി എന്ന് പറയുന്നത്. എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, പേയി ആണത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചെന്താ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്കാണ്. ബിയറഡ് ചെക്ക്, ഓർഡർഡ് ചെക്ക്, MICR ചെക്ക്, ഓപ്പൺ ചെക്ക്, ക്രോസ്ഡ് ചെക്ക്, ആൻറ്റി ഡേറ്റഡ് ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, സ്റ്റെയിൽ ചെക്ക്, മ്യൂട്ടിലേറ്റഡ് ചെക്ക്, മാർക്കിംഗ് ഓഫ് ചെക്ക്, ഇലക്ട്രോണിക് ചെക്സ്, മെറ്റീരിയൽ ഓൾട്രേഷൻ എക്സെട്ര. അപ്പോൾ ഇത്രയാണ് വരിക. അവിടെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഷോർട്ട് ടെസ്റ്റേ പോലും ചിലപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും നമ്മൾ ചോദിക്കാം. അപ്പോൾ നിങ്ങളത് ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് എൻ്റെ നോട്ട് തയ്യാറാക്കേണ്ടതാണ്. ഇങ്ങനെ 2 സെൻറ്റൻസ് ഞാൻ പറയാം. വാട്ട് ഈസ് മീൻ ബൈ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്? Holder is a person who is entitled for the possession of negotiable instrument in his own name. Hence, he shall receive or recover the amount due thereon. Whereas, holder in due course is a person who has obtained the instrument for consideration and in good faith and benefit and before maturity. Holder is a person who is entitled for the possession of negotiable instrument. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് കൈവശം വയ്ക്കാൻ അധികാരപ്പെട്ട ഒരാളെയാണ് നമ്മളെന്ത് പറയുക, ഹോൾഡർ എന്ന് പറയുന്നത്. ഇൻ കേസ് ഹിസ് ഓൺ നെയിം, അതായത് പലപ്പോഴും അത് കൈവശം വയ്ക്കുന്നു, അത് ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അയാളുടെ കൈവശമായിരിക്കാം. അപ്പോൾ ഹോൾഡർ ഈസ് എ പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് for the possession of negotiable instrument in his own name. Hence he shall receive or recover the amount due thereon. Whereas the holder in due course in a person who is obtaining the instrument or consideration and in good faith and before maturity. then ഇവിടെ പറയുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുമ്പോൾ പണം കൊടുത്തുകൊണ്ട് തന്നെ മതിയായിട്ടുള്ള കൺസിഡറേഷനോട് കൂടി തന്നെ ദെൻ പ്രോപ്പർ നെഗ്ലിജൻസോട് കൂടി തന്നെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു
വ്യക്തിയാണ് നമ്മൾ എന്താ പറയുക, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹോൾഡർ എന്ന് പറയുന്നത് ഹൂ പോസസ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ആസ് ഹോൾഡർ. ഹോൾഡർ എന്ന് വെച്ചാൽ കൈവശം, ഒന്നുകിൽ അയാളുടെ പേരിലായിരിക്കുന്നതുകൊണ്ട് കൈവശപ്പെടുത്തിയിരിക്കാം, അല്ലെങ്കിലും എന്താ പറയുക, ഹോൾഡറിനേക്കാളും ഒന്നുകൂടെ വാലിഡ് കൺസിഡറേഷനാണ് നമ്മൾ ഏതിലൂടെ കൊടുക്കുക, ദെൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ എഴുതണം. പിന്നെ ദെൻ ഹോൾഡർ എന്ന് പറയുന്നത് Section 8 of the Indian Negotiable Instrument Act defines holder of a promissory note, bill of exchange or a check, a person entitled in his own name to possession of thereof, to receive or recover the amount due there from the parties thereto. അതായത് ഏതെങ്കിലും കാരണവശാൽ ആ ഡോക്യുമെൻ്റ് കൈവശം വെച്ചിരിക്കാനുള്ള അധികാരത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, ആ വ്യക്തിയാണ് നമ്മളെന്ന് പറയുന്നത് ഹോൾഡർ എന്ന് പറയുന്നത്. മിക്കവാറും ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റൈറ്റ് ടൈറ്റിൽ ആരിലായിരിക്കാം, ഹോൾഡറിലായിരിക്കാം. ഹി മസ്റ്റ് ഹാവ് എ ലീഗൽ ടൈറ്റിൽ ടു ദ ഇൻസ്ട്രുമെൻറ്റ്. ചിലപ്പോൾ അയാൾക്ക് ലീഗൽ ടൈറ്റിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഹി മസ്റ്റ് ബി എൻറ്റിൽ ടു റിസീവ് ഓർ റിക്കവർ ദ എമൗണ്ട് ഫ്രം ദ പാർട്ടീസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ചിലപ്പോൾ അത് കൈവശം വെക്കാനുള്ള ആ അധികാരം വേറെ ഏതെങ്കിലും രീതിയിൽ ഹോൾഡർക്ക് കിട്ടിയിരിക്കാം. കണ്ടോ, ഇറ്റ് ഹെൽപ്പ് ടു ദ റിഗാർഡ് ദ നെയിം മസ്റ്റ് അപ്പിയർ ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്, ഐദർ ഇറ്റ് ഈസ് എ പേ ഓർ എൻഡോഴ്സി. ഇൻ കേസ് ഓഫ് ബിയറർ ഇൻസ്ട്രുമെൻറ്റ്, എനി ബിയറർ മേ ക്ലെയിം ദ എമൗണ്ട് ഈവൻ ദോ ഹിസ് നെയിം നോട്ട് മെൻഷൻ the instrument. Therefore, a person who has obtained possession of an instrument by theft or any other illegal methods are not holder of instrument. അതായത് മോഷണം കൊണ്ടൊന്നും കയ്യിൽ വന്നിരിക്കുകയല്ല, അയാൾക്ക് കൈവശം വെക്കാനുള്ള അധികാരമുള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോൾഡർ എന്ന് പറയുന്നത്. എന്നാൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും മതിയായിട്ടുള്ള കൺസിഡറേഷനോട് കൂടി, വിത്തൗട്ട് നെഗ്ലിജൻസോട് കൂടി, ബോണഫൈഡ് ആയിട്ടുള്ള, എന്നാൽ മെച്യൂരിറ്റി പീരീഡിനേക്കാൾ മുൻപ് തന്നെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആ വ്യക്തിയാണ് നമ്മളെന്ത് പറയുന്നത്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവിടെ ഡിഫറൻസ് പഠിച്ചിരിക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രോസിംഗ്, ഒരു എസ്സേ ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. വാട്ട് ഈസ് മെൻ ബൈ ക്രോസിംഗ്? വാട്ട് ഈസ് മെൻ ബൈ ജനറൽ ക്രോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ്? ഇത് എഴുതുമ്പോൾ ആ ട്രാൻസ്ഫേഴ്സ് ലൈനൊക്കെ, പാരലൽ ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലൈനൊക്കെ നിങ്ങൾ ഇട്ട് കൊടുത്ത് എസ്സേ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. വാട്ട് ഈസ് മെൻ ബൈ ക്രോസിംഗ് ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ്? ദറ്റ് ഈസ് എ സ്പെഷ്യൽ ക്രോസിംഗ് ആൻഡ് ജനറൽ ക്രോസിംഗ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനായിട്ട് റെഡി ആയിരിക്കണം. അത് നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആരെ ഇഷ്യൂ ചെയ്യുക? ബാങ്കർ ആയിരിക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുക. ബാങ്കർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ബാങ്കർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ ബാങ്കറോട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും അത് മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും അത് അയാളുടെ ബാങ്കിൽ കൊടുത്തുകൊണ്ട് തന്നെ ആ പൈസ കളക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് സിമിലർ ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എ ബാങ്ക് ഇഷ്യൂസ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ടു ക്ലയൻറ്റ് directing another bank or on its own branches to pay certain sum of money a special party or specified party. അവിടെ പറയുന്നത് ഒരു കസ്റ്റമർക്ക് വേണ്ടി ബാങ്കർ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഇവിടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റും ചെക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് കസ്റ്റമറാണ്, ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കറാണ്. അവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം. പിന്നെ പഠിക്കേണ്ടത് വാട്ട് ഈസ് മെൻ ബൈ എൻഡോഴ്സ്മെൻറ്റ് എന്നാണ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ പ്രത്യേകതകളും പഠിച്ചിരിക്കേണ്ടതാണ്. എസ്സേ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ക്രോസിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ്. What is the difference between, paragraph question, what is the difference between holder and holder in due course? What is the difference between endorsement and crossing? What is the difference between endorsement and crossing? 3 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ കൂടെ എസ്സേക്ക് പഠിക്കാവുന്നത് സ്പെഷ്യൽ ക്രോസിങ്ങും ജനറൽ ക്രോസിങ് എസ്സേ ക്വസ്റ്റ്യനായിട്ട് പഠിക്കണം. എൻഡോഴ്സ്മെൻറ്റ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം.
പിന്നെ മിക്കവാറും ഇതിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള എൻഡോഴ്സ്മെൻറ്റും ക്രോസിങ്ങും ഇതൊക്കെ തമ്മിലുള്ള ചില ഡിഫറൻസസ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ എന്താ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടെസ്റ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഓക്കെ, താങ്ക് യു.